ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യയെ ചൊല്ലി ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും തമ്മിലുള്ള തർക്കം തുടരുന്നു. സ്പെഷ്യൽ വള്ളസദ്യ നടത്താനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിന് കാരണമായത്. പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പ് മറികടന്ന് ഇന്ന് വള്ളസദ്യയുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുകയാണ്. സുനിൽ, ഈ വള്ളസദ്യയെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിന്നും ദേവസ്വം ബോർഡും ഈ പള്ളിയോട സേവാ സംഘവും പിന്നോട്ട് പോകുന്നില്ല. ഈ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് ദേവസ്വം ഇന്ന് സ്പെഷ്യൽ വള്ളസദ്യ നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ വള്ളസദ്യ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിഷേധവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനന്തു, സ്പെഷ്യൽ വള്ളസദ്യകൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആറന്മുള പള്ളിയോട സേവാ സംഘവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് പള്ളിയോട സേവാ സംഘവുമായും ക്ഷേത്രോപദേശ സമിതിയുമായും ചർച്ച നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. എന്നാൽ അഭിപ്രായം ചോദിച്ചതല്ലാതെ തീരുമാനമെടുക്കും മുമ്പ് തങ്ങളുടെ അഭിപ്രായം പറയാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നാണ് പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ പറയുന്നത്. വള്ളസദ്യകൾക്ക് വ്യക്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെന്നും അതിനായി പള്ളി ഊണ് വിളമ്പുന്നത് പോലെ ഭക്ഷണം വിളമ്പുന്നത് ആചാരലംഘനമാണെന്നും പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നു. എന്നാൽ നിലവിൽ പ്രധാനമായി 52 പള്ളിയോട കരകൾക്ക് മാത്രമേ വള്ളസദ്യകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുള്ളൂ. വള്ളസദ്യകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്നും ആഗ്രഹിച്ച ആറന്മുളയിലെത്തി നിരാശരായി മടങ്ങേണ്ടി വരുന്ന അനേകം ഭക്തരെ കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സ്പെഷ്യൽ വള്ളസദ്യകൾക്കായി 250 പാസുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. വള്ളസദ്യ നടത്തിപ്പിനായി പുറമേ നിന്നുള്ള കരാറുകാരനെയും ചുമതലപ്പെടുത്തി. പടിഞ്ഞാറെ ഊട്ടുപുരയിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പാസ് എടുത്തവർക്ക് കൃത്യവും സുരക്ഷിതവുമായ സദ്യ നൽകുന്നതിന് അവസരം ഒരുക്കണമെന്ന് ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനന്തു, ശരി, വ്യക്തമാണ്. എന്തായാലും സ്പെഷ്യൽ വള്ളസദ്യ നടത്താനുള്ള തിരുവിതാംകൂർ ബോർഡിന്റെ തീരുമാനം പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ആ തർക്കം തുടർന്നു തന്നെ പോവുകയാണ്. സുനിൽ ഇലന്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.